എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ മടപ്പള്ളി സ്വദേശിയാണ്. ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു പെൻഷനർ. അദ്ദേഹം സുധീർ ആയത്താർ മാടാക്കര ശിരുവാണി ക്ഷേത്രത്തിൻ്റെ പ്രധാന അർച്ചകനും പ്രധാന പൂജാരിയും അവിടുത്തുള്ള ആയത്താറാണ്. ആയത്താർ എന്ന് പറഞ്ഞാൽ ഒരു പദവിയാണ്. അദ്ദേഹം ക്ഷേത്ര കാര്യങ്ങളിൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആയത്താർ എന്ന് പറഞ്ഞൊരു കർമ്മിയാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും കാണാമെന്നതിൽ പ്രധാന ഉദ്ദേശം ഒഞ്ചിയം പഞ്ചായത്തിൻ്റെ ഹിന്ദു ഏകതാ സമ്മേളനം നാളെ, അതായത് 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി 4 മണിക്ക് മടപ്പള്ളിയിലെ വിവേകാനന്ദ നഗർ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലമാണത്. അവിടെ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അധ്യക്ഷം വഹിക്കുന്നത് സുധീർ ആയത്താർ തന്നെയാണ്. അത് നിങ്ങൾക്ക് നോട്ടീസ് തന്നു കഴിഞ്ഞു. പിന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെയായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ. ആ IAS ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ശ്രീ വിജയചന്ദ്രൻ. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം IAS കിട്ടിയതിന് ശേഷം പല ജില്ലകളിലും കലക്ടറായി സേവനമനുഷ്ഠിച്ചു. അവസാനം അദ്ദേഹം കേരള സർക്കാരിൻ്റെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം WHO ഹെൽത്ത് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോഴദ്ദേഹം സിദ്ധാനന്ദപുരി സ്വാമിജിയുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു ടാസ്ക് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുകയാണ്. അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഹെൽത്ത് സെക്ടറിൽ, പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ വലിയ ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിരുന്നു. വിവിധ രണ്ട് സർക്കാരുകളിലും അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കൂടാതെ അതിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് സമുദായ നേതാക്കന്മാർ, വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, പിന്നെ ആര്യ സമാജം, ഭാരതീയ ആര്യ സമാജത്തിൻ്റെ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം, സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞതിന് ശേഷം കലാപരിപാടികളുണ്ട്. ഭജന, തിരുവാതിരക്കളി, അതുപോലെ കോൽക്കെട്ട് കളി, വിളക്കാട്ടം തുടങ്ങിയതായ പരിപാടികളുണ്ട്. അപ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇതിന് പരമാവധി പ്രചരണം നൽകണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഏകതയാണ് ഇതിൻ്റെ ലക്ഷ്യം. എല്ലാ സമുദായ സംഘടനകളെയും എല്ലാ സമുദായത്തിലെ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രധാനമായിട്ട് ജാതീയത, അല്ലെങ്കിൽ ജാതി ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, പക്ഷെ ജാതീയത നമ്മുടെ ഹിന്ദു സമാജത്തിൽ വന്നു കയറിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുഴുക്കുത്താണ്. അതിനെ നീക്കം ചെയ്യാനായിട്ടാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം. കാരണം വിവിധ ജാതികളിൽ നമ്മൾ അടിപിടി കൂടിയും അല്ലെങ്കിൽ പല രീതിയിലുള്ളതായ ചിന്താഗതി ഉണ്ടാക്കി, പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഹിന്ദു ഏകത നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഹിന്ദുവിന് ജാതി ഉണ്ടായിരുന്നില്ല. വാത്മീകി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, വാത്മീകി കമ്മ്യൂണിറ്റി സാധാരണ ചെയ്യുന്ന ജോലി എന്താണെന്ന്, അവരുടെ കമ്മ്യൂണിറ്റി ജോലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാത്മീകി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രത്നാകരനെ മഹർഷിയിലേക്ക് ഉയർത്തി. അതുപോലെ തന്നെ ഒരു മുഖ്യസ്ത്രീയുടെ മകനായിട്ടുള്ള വേദവ്യാസനെ നമ്മൾ വേദവ്യാസ മഹർഷിയാക്കി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ജാതി എന്ന് പറയുന്നത് വെറും ഒരു കുഴൽത്തൊഴിൽ മാത്രമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവർ ഓരോ ജാതിയിൽപ്പെട്ടതായിരുന്നു. പക്ഷേ അന്ന് ഈ തരത്തിലുള്ള വിവേചനങ്ങൾ ജാതിയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പുലയ രാജാവ് ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ട വയനാട്ടിൽ കുറിച്യ രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആര്യ സമാജം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ജാതിരഹിതമായിട്ട് എല്ലാ ജാതിക്കാരെയും പൂജാതി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവർ ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഏത് ജാതിയിൽപ്പെട്ട ആൾക്കും പൂജാതി കർമ്മങ്ങൾ പഠിച്ചുകൊണ്ട് അവരൊക്കെ പൂജ ചെയ്യുന്ന ഈടടുത്ത് ശിവക്ഷേത്രത്തിൽ, ശിവപുരം ശിവക്ഷേത്രത്തിൽ ഒരു രുദ്രമഹായജ്ഞം നടത്തി. ആ രുദ്രമഹായജ്ഞം നടത്തിയതിൽ ഒരു ബ്രാഹ്മണനുണ്ടായി, ഒരു നമ്പൂരി ഉണ്ടായിരുന്നില്ല. മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഈഴവ സമുദായത്തിൽപ്പെട്ടു, നായർ സമുദായത്തിൽപ്പെട്ടു, മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ആ പൂജ നടത്തിയിരിക്കുന്നത്. ആ കർമ്മങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. കർമ്മം നടന്നതിന് ശേഷം ആ ക്ഷേത്രത്തിന് വലിയ ഐശ്വര്യമുണ്ടെന്ന് അവിടെ ഉള്ളതായ ഭക്തന്മാർ പറയുന്നുണ്ട്. അത് അവരാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പൂജ ചെയ്യുന്നതും കർമ്മം ചെയ്യുന്നതും ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ, പിന്നെ അതിൽ പ്രശ്നമില്ല. അല്ല,
വിശ്വ ഹിന്ദു പരിഷത്ത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതിന് അതിൻ്റെതായ കാര്യങ്ങൾ, ഹിന്ദു ഐക്യവേദി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിന്ദു ഏകതാ സമ്മേളനം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കളെയും, അതിൽ ഹിന്ദു ഐക്യവേദിക്കാർക്ക് വരാം, വിശ്വ ഹിന്ദു പരിഷത്തുകാരന് വരാം, ബ്രാഹ്മണ സഭയ്ക്ക് വരാം, ധീവര സഭയ്ക്ക് വരാം, എല്ലാ ആളുകൾക്കും വരാം. ആ ഗ്രാമത്തിലുള്ളതായ എല്ലാ സമുദായ സംഘടനകളും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആ സമുദായ സംഘടനാ പ്രതിനിധികളാണ് ആ സംസാരിക്കുന്ന 2 പേര്, 2 അല്ല 3 പേര്. പി ബാലകൃഷ്ണൻ, ഞാനിത് കൺവീനർ. NP ബാലകൃഷ്ണൻ, സുധീർ ആയക്കാർ. എല്ലാ പഞ്ചായത്തുകളിലുണ്ട്. ഭാരതത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നടക്കുന്നുണ്ട് ഓരോ ദിവസമായിട്ടും. അതായത് ഫെബ്രുവരി 10 മുതൽ മാർച്ച് 10 വരെയാണ് ഇതിൻ്റെ ഒരു മാസം കൊണ്ട് ഏകദേശം 20 ലക്ഷത്തോളം പരിപാടികളായിട്ട് നടക്കുന്നുണ്ട് ഭാരതത്തിൽ മൊത്തം. ഇതിൻ്റെ പ്രഥമമായ ലക്ഷ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റിസം ഇല്ലാതാക്കുക, കാസ്റ്റ് അല്ല കാസ്റ്റിസം ഇല്ലാതാക്കുക എന്നുള്ളത്. കേരളത്തിലും വിശിഷ്യ കേരളത്തിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ ഏകത ഇല്ലായ്മയുടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അത് ഈ ഏകതാ സമ്മേളനത്തോടുകൂടി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാതാവുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായ കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന് അറിയപ്പെടുന്നതായ ഒഞ്ചിയത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രചരണാർത്ഥം കിട്ടിയിരിക്കുന്ന വലിയ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നും സാമാന്യ ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സമ്മേളനം വിജയപ്രദമായി നടത്തിപ്പോകാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഒന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.